ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് തെയ്യം, ഗർഭിണി GA2, ക്രോമോ 4, നേറ്റോ, ഗഗൻയാൻ മിഷൻ, പെർമനന്റ് കമ്മീഷൻ ടു വുമൺ ഓഫീസേഴ്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സൂയസ് കനാൽ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെയ്യത്തെക്കുറിച്ചാണ്. ഈ തെയ്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നോർത്തേൺ മലബാർ റീജിയനിലും കർണാടകയുടെ സദേൺ റീജിയൻസിൽ എസ്പെഷ്യലി തുളുനാട് റീജിയനിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹിന്ദു മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തെയ്യത്തിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ന്യൂസുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെയ്യം മറ്റു രണ്ട് പേരുകളും കൂടി അറിയപ്പെടുന്നുണ്ട്. കളിയാട്ടം അല്ലെങ്കിൽ തിറ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കലാരൂപം ഹിന്ദു റിലീജിയസ് റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും കേരളത്തിൻ്റെ നോർത്തേൺ മലബാർ റീജിയനിലും അതുപോലെ തന്നെ കർണാടക റീജിയനിലുമാണ്. കർണാടകയുടെ സദേൺ പാർട്ടിൽ വരുന്ന കാസർഗോഡൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന തുളുനാട് റീജിയനിലുമാണ് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുക. കർണാടകയിൽ ഇത് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദു ടെമ്പിൾസ്, അതുപോലെ തന്നെ സേക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ നമ്മൾ കാവുകൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഹിന്ദു ആരാധനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമ്പലങ്ങളോ അല്ലെങ്കിൽ കാവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന തെയ്യം നടക്കാറുള്ളത്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ കർണാടകയിൽ തുളുനാട് റീജിയനിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബൂട്ടാക്കോല എന്ന് പറയുന്ന മറ്റൊരു ആചാരം. ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആചാരമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കലാരൂപമാണ്. ഈ തെയ്യം ഈ പറയുന്ന പ്രദേശങ്ങളിലെ ആളുകൾ അവരുടെ റിലീജിയസ് ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സേക്രഡ് ആയിട്ടൊരു കാര്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ് തെയ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും തെയ്യത്തിനെ കണക്ട് ചെയ്യുന്നത് ഹിന്ദു ആരാധന അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശിവ അല്ലെങ്കിൽ ശക്തിയുമായിട്ട് അവരുടെയൊക്കെ ഇൻകാർണേഷനായിട്ടാണ് തെയ്യത്തിനെ കാണാറുള്ളത്. ഇത് കൂടാതെ ഹിന്ദുയിസത്തിനകത്തുള്ള മറ്റുള്ള പ്രിൻസിപ്പൽ ഡൈറ്റീസ് ആയിട്ടുള്ള വിഷ്ണു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെയ്യംസും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മെയിൻലി തെയ്യംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ശിവയുടെ അല്ലെങ്കിൽ ശക്തിയുടെ ഒക്കെ ഇൻകാർണേഷൻ ആയിട്ടുള്ള തെയ്യംസാണ് കൂടുതലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 3 തെയ്യംസ് എന്ന് പറയുന്നത് ഒന്ന് വിഷ്ണുമൂർത്തിയാണ്. അത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു വൈഷ്ണവ തെയ്യമാണ്. പ്രധാനമായിട്ടും 2 വൈഷ്ണവ തെയ്യംസാണ് നമുക്ക് നോർത്തേൺ മലബാറിലൊക്കെ കാണാൻ സാധിക്കുക. ഒന്ന് ദൈവതാർ എന്ന് പറയുന്നതും മറ്റൊന്ന് വിഷ്ണുമൂർത്തിയുമാണ്. ഈ വിഷ്ണുമൂർത്തി എന്ന് പറയുന്നത് ലോർഡ് ശിവയുടെ ഒരു ഇൻകാർണേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോർഡ് ശിവയുടെ ഒരു ഡിവോട്ടഡ് ഫോളോവർ ആയിരുന്ന പാലന്തായ് കണ്ണൻ്റെ ഒരു കഥയാണ് ഈ വിഷ്ണുമൂർത്തി തെയ്യത്തിലൂടെ അവർ പറയുന്നത്. രണ്ടാമത്തത് ഗുളികനാണ്. ഗുളികൻ എന്ന് പറയുന്നത് യമൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഗുളികൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് കുട്ടിച്ചാത്തനാണ്. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ലോർഡ് ശിവയുടെ വിഷ്ണുമായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാഹ്മിൺ കാസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തെയ്യമാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗർഭിണി GA2 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സ്പെസിഫിക് AI മോഡൽ ഫൈൻഡ് ജസ്റ്റേഷണൽ ഏജ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ THSTI ഫരീദാബാദും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മദ്രാസിലെയും റിസർച്ചേഴ്സ് ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യ സ്പെസിഫിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഹെഡ്ലൈൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഫീറ്റസിൻ്റെ ജസ്റ്റേഷണൽ ഏജ് കണക്കാക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി 2nd and 3rd ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത് ഫീറ്റസിൻ്റെ ജസ്റ്റേഷണൽ ഏജ് കണക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ് അല്ലെങ്കിൽ AI മോഡലാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഗർഭിണി പ്രോഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഗർഭിണി പ്രോഗ്രാമിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഗർഭിണി പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രീ ടേം ബർത്തുകളെ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിലാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി വരുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ്. ഇതൊരു കൊളാബറേറ്റീവ് ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമും കൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുകൂടാതെ ഓൾറെഡി ഇതിൻ്റെ കീഴിലുള്ള ഒരു അടൽ ജയ് അനുസന്ധൻ ബയോടെക് മിഷൻ എന്ന് പറയുന്നൊരു മിഷനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രോഗ്രാമാണ് ഗർഭിണി പ്രോഗ്രാം എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്രോമോ 4 ആണ്. ക്രോമോ 4 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സം കൈൻഡ് ഓഫ് നമ്മുടെ പ്രകൃതിയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനകത്ത് ഈ ക്രോമോഫോറിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ പോലെ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവർ വിൽ കളർ മോളിക്യൂൾസ് മേക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ആക്സസബിൾ എന്നുള്ള ഒരു ഹെഡ്ലൈനിൽ ഒരു വലിയൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ക്രോമോഫോർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കളറിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളറിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിന് ആ പെർട്ടിക്കുലർ കളർ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ക്രോമോഫോറുകൾ എന്ന് പറയുന്നത്. ഈ ക്രോമോഫോറുകളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ക്രോമോഫോർ മോളിക്യൂളുണ്ട്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന മോളിക്യൂളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ചെടികളുടെയൊക്കെ ഇലകളിലാണ്. അപ്പോൾ ഈ ചെടികളുടെ ഇലകൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നത് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന മോളിക്യൂളാണ്. സോ ഈ ക്ലോറോഫിൽ ക്രോമോഫോറിനുള്ളൊരു എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനകത്ത് വലിയ ഇതിലുള്ള റെവല്യൂഷനൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നേറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ കുറിച്ചാണ്. സോ ഇതിനു മുമ്പത്തെ US പ്രസിഡന്റും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന US പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ഉള്ള ആളുമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് നേറ്റോവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ചില ക്രിറ്റിസിസംസ് വന്നതായിട്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദി ലേറ്റസ്റ്റ് റോ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് നേറ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നേറ്റോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നേറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്ക ലീഡ് ചെയ്യുന്ന USA ലീഡ് ചെയ്യുന്ന ഒരു മിലിറ്ററി അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള വിക്കിപീഡിയ പേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡിറ്ററൻസ് അലയൻസ് ആണെന്ന് അവിടെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോൾഡ് വാറിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ഒരു സൈനിക സഖ്യം എന്നുള്ള രീതിയിലാണ് ഈ നേറ്റോ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ US ഒക്കെ എല്ലാ കാലത്തും പറയാൻ നേറ്റോ ഒരു ഡിഫെൻസീവ് അലയൻസ് ആണെന്നാണ്. പക്ഷേ ഒരു ഡിഫെൻസീവ് അലയൻസ് ആയിട്ടല്ല, സോവിയറ്റ് യൂണിയന് എതിരായിട്ടുള്ള ഒരു അലയൻസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് നേറ്റോ എന്ന് പറയുന്നത്. ഇത് 1949 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി വാഷിങ്ടണിൽ വെച്ച് സൈൻ ചെയ്തിട്ടാണ് ഈ നേറ്റോ ഫോം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൾഡ് വാറിൻ്റെ ഒരു സമയത്ത്, ശീതയുദ്ധം നടക്കുന്ന ഒരു സമയത്ത് നോർത്ത് അമേരിക്കയിലെയും വെസ്റ്റേൺ യൂറോപ്പിലെയും രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ഒരു സൈനിക സഖ്യമായിട്ടാണ് നേറ്റോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. നിലവിൽ ഇതിനകത്ത് 31 മെമ്പേഴ്സ് ആണുള്ളത്. അതിനകത്ത് 29 യൂറോപ്യൻ സ്റ്റേറ്റുകളും 2 നോർത്ത് അമേരിക്കൻ സ്റ്റേറ്റുകളുണ്ട്. 2 നോർത്ത് അമേരിക്കൻ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ USA പ്ലസ് കാനഡയാണെന്ന് അറിഞ്ഞിരിക്കുക. നിലവിലുള്ള നേറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. അതുപോലെ തന്നെ ഈ നേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസിൽ ഒന്നാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 5 അനുസരിച്ച് നേറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ടുണ്ടാകുന്ന എക്സ്റ്റേണൽ അറ്റാക്ക് എൻറ്റയർ നാറ്റോ അലയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കായിട്ട് ഇവർക്ക് കണക്കാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ മെമ്പർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഈ മൊത്തം അലയൻസിനെതിരായിട്ടുള്ള, ഈ മൊത്തം സഖ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ എൻറ്റയർ അലയൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ രാജ്യത്തിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റും. ഇതാണ് നേറ്റോയുടെ ആർട്ടിക്കിൾ 5 പറയുന്നത്. അപ്പോൾ ഈ യുക്രൈനൊക്കെ നേറ്റോ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ഈ പറയുന്ന നേറ്റോയുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ചുള്ള ഈ പ്രൊട്ടക്ഷൻ ഒരിക്കലും ഈ നേറ്റോയിലെ അംഗരാജ്യങ്ങൾക്ക് അകത്ത് നടക്കുന്ന സിവിൽ വാറുകൾക്കോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള സൈനിക അട്ടിമറികൾക്കൊന്നും ബാധകമല്ല എന്നറിഞ്ഞിരിക്കുക. അതിനകത്ത് നേറ്റോ ഇടപെടില്ല എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നേറ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോട് കൂടിയിട്ട് ശീതയുദ്ധം അവസാനിച്ചെങ്കിലും അല്ലെങ്കിൽ കോൾഡ് വാർ അവസാനിച്ചെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റുള്ള എല്ലാ സൈനിക സഖ്യങ്ങളും പിരിച്ചുവിട്ടിട്ടും നേറ്റോനെ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇപ്പോഴും ഡിസോൾവ് ചെയ്തിട്ടില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിലവിലുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട സൈനിക സഖ്യമാണ് നേറ്റോ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി നേറ്റോയിൽ ഇപ്പോൾ ട്രംപിനൊക്കെ നേറ്റോയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റോയുടെ ബേസിക് എഗ്രിമെൻറ്റ്സ് അനുസരിച്ച് നേറ്റോയിലെ എല്ലാ അംഗരാജ്യങ്ങളും അവരുടെ GDPയുടെ അറ്റ്ലീസ്റ്റ് 2% നേറ്റോയുടെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടി മാറ്റിവെക്കണമെന്നുണ്ട്. അപ്പോൾ നേറ്റോയിലെ മിക്ക അംഗരാജ്യങ്ങളും അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നേറ്റോയുടെ എൻറ്റയർ നേറ്റോ ബഡ്ജറ്റിൻ്റെ ഏകദേശം 2/3 അമേരിക്കയുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരു തരത്തിൽ അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് അമേരിക്കയാണ്, അത് അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയാണെന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ട്രംപ് പലപ്പോഴും നേറ്റോയിൽ നിന്ന് US വിഡ്രോ ചെയ്യുന്നൊക്കെ ത്രട്ടൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കാരണം. ഓക്കെ,
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗഗൻയാൻ മിഷനാണ്. സോ ഗഗൻയാൻ മിഷനെ കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി ഇപ്പോൾ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3ഓളം ISRO ഫെസിലിറ്റീസ് ഇനാഗുറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് ഈ ഗഗൻയാൻ മിഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പ്രപ്പോസ്ഡ് മിഷനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് മിഷനായിട്ട്, അതായത് മനുഷ്യനെ സ്പേസിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രപ്പോസ്ഡ് മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗഗൻയാനകത്ത് 3 ഓർബിറ്റൽ ഫ്ലൈറ്റുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് 3 സ്പേസ് ഫ്ലൈറ്റുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 2 എണ്ണം അൺമാൻഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളും 1 എണ്ണം മാൻഡ് സ്പേസ് ഫ്ലൈറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗഗൻയാൻ സിസ്റ്റം മോഡ്യൂളിനെ വിളിക്കുന്നത് ഓർബിറ്റൽ മോഡ്യൂൾ എന്നാണ്. അതിനകത്ത്, അതായത് അതിൻ്റെ മാൻഡ് സ്പേസ് മിഷനകത്ത് യൂസ് ചെയ്യുന്ന ഗഗൻയാൻ സിസ്റ്റം മോഡ്യൂളിനെ വിളിക്കുന്നത് ഓർബിറ്റൽ മോഡ്യൂൾ എന്നാണ്. ആ ഓർബിറ്റൽ മോഡ്യൂളിനകത്ത് 3 ഇന്ത്യൻ ആസ്ട്രോനട്സിനെ സ്പേസിലെത്തിക്കാനാണ് ISRO ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2025 അടുത്ത വർഷമാണ് ഇത് ലോഞ്ച് ചെയ്യാനൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള 3 ആസ്ട്രോനട്ടുകളിൽ ഒരാൾ ഒരു വനിതയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോ എർത്ത് ഓർബിറ്റിലാണ് ഗഗൻയാൻ ഫ്ലൈറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു 400 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ളതാണ് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗഗൻയാൻ മിഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് GSLV Mark 3 എന്ന് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ LVM-3 ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും ഹെവി ലിഫ്റ്റ് ആയിട്ടുള്ള ഒരു 3 സ്റ്റേജ് ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്. അതാണ് ഗഗൻയാൻ 3 മിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്രയും വലിയ പേലോഡ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു റോക്കറ്റ് ഇതായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗഗൻയാൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് മിഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസ് കുറവായതുകൊണ്ട് റഷ്യയുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2019 ജൂണിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഉണ്ട് ISROയുടെ കീഴിലുള്ള. അതും റഷ്യൻ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒരു ഗ്ലാവ്കോസ്മോസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്പേസ് ഏജൻസി ഉണ്ട്. അവർ നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആസ്ട്രോനട്സിനെ, ഈ ഗഗൻയാന് ഭാഗമാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യൻ ആസ്ട്രോനട്സിനെ റഷ്യയിൽ ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിനകത്ത് അവർ സഹായിക്കും എന്നുള്ളതാണ് ഈ കരാറിനകത്ത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അതാണ് പെർമനന്റ് കമ്മീഷൻ ടു വുമൺ ഓഫീസേഴ്സ് ഇൻ ദി ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 ബ്രാഞ്ചസ് ഓഫ് ആംഡ് ഫോഴ്സസിനകത്ത്, അതായത് ആർമി, നേവി, എയർഫോഴ്സിനകത്തൊക്കെ ഇപ്പോൾ നിലവിൽ ഈ വുമൺസിന് പെർമനന്റ് കമ്മീഷൻ അലൗഡ് ആണെങ്കിലും മറ്റൊരു ഈ ആംഡ് ഫോഴ്സസിൻ്റെ ഒരു ഓക്സിലറി ഫോഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കോസ്റ്റ് ഗാർഡിനകത്ത് നിലവിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വുമൺ ഓഫീസേഴ്സിന് പെർമനന്റ് കമ്മീഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനകത്ത് സുപ്രീം കോടതി സ്ത്രീകൾക്ക് കോസ്റ്റ് ഗാർഡിനകത്ത് പെർമനന്റ് കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസിനകത്തുള്ള വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1888 നമ്മുടെ ഇന്ത്യ ഒരു കൊളോണിയൽ റൂളിന് കീഴിലുള്ള സമയത്ത് റോയൽ ഇന്ത്യൻ മിലിറ്ററിക്കകത്ത് നഴ്സിംഗ് സർവീസ് ആരംഭിക്കുന്നത്. ഈ നഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മിലിറ്ററീസിലും വുമൺസ് മിലിറ്ററി സർവീസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ നഴ്സിംഗ് സർവീസിലൂടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് ശേഷമാണ് 1992 നോൺ മെഡിക്കൽ റോളുകളിലേക്ക്, അതായത് ഈ നഴ്സിംഗ് സർവീസ് അല്ലാത്ത മറ്റുള്ള ജോലികളിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്താൻ തുടങ്ങുന്നത്. 2015 ഇന്ത്യൻ എയർഫോഴ്സിനകത്ത് ഫൈറ്റർ പൈലറ്റുകളായിട്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് 2015 2020 ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ സമയത്തൊന്നും ഈ 2015 തന്നെ സ്ത്രീകളെ ആംഡ് ഫോഴ്സസിലേക്ക് റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നെങ്കിലും, എസ്പെഷ്യലി ഓഫീസേഴ്സൊക്കെ ആയിട്ട് റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇവരെയൊക്കെ ഷോർട്ട് സർവീസ് കമ്മീഷനായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ 10 വർഷത്തേക്കാണ് ആംഡ് ഫോഴ്സസിലേക്ക് എടുക്കുക. അതൊരു 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ 14 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നിർബന്ധമായിട്ടും ആംഡ് ഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടി വരും. സോ പെർമനന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പട്ടാളത്തിലുള്ള ആൾക്കാരെ പോലെ 60 വയസ്സ് വരെ സൈന്യത്തിൽ സേവനം തുടരാൻ അനുവദിക്കുന്നതാണ് പെർമനന്റ് കമ്മീഷൻ. സോ ഈ പെർമനന്റ് കമ്മീഷനായിട്ട് സ്ത്രീകളെ വെക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് 2020 ഒരു കേസ് നടക്കുന്നത്, സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വേഴ്സസ് ബബിത പൂനിയ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിനകത്താണ് സുപ്രീം കോടതി ഈ വനിതാ ഓഫീസേഴ്സിനും ആംഡ് ഫോഴ്സസിനകത്ത് പെർമനന്റ് കമ്മീഷൻ അനുവദിക്കണം എന്നുള്ള
ഒരു വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ മറ്റുള്ള ആംഡ് ഫോഴ്സസിലൊക്കെ ഇപ്പോൾ ഈ പെർമനന്റ് കമ്മീഷനും അലോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോസ്റ്റ് ഗാർഡിൽ അത് അനുവദിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഗവൺമെൻറ്റിന് ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് ആംഡ് ഫോഴ്സസിനകത്ത് പെർമനന്റ് കമ്മീഷൻ അലോ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14, 15, 16 ഒക്കെ അനുസരിച്ച് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഇതിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 16 അകത്ത് പബ്ലിക് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസെൻറ്റ്, റെസിഡൻസ് ഇതിൻ്റെ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ അപ്ഹോൾഡ് ചെയ്യുന്നതാണ് ഇവരെ പെർമനന്റ് കമ്മീഷനിൽ അലോ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഇത് വുമൺ എംപവർമെന്റിനെ സഹായിക്കും. എസ്പെഷ്യലി യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആയിട്ടുള്ള ഗോൾ നമ്പർ 5 പറയുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മെഷറായിട്ട് ഇത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റുള്ള ആംഡ് ഫോഴ്സസിലെല്ലാം തന്നെ അവരുടെ കാപ്പബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ മിക്ക ഡെവലപ്ഡ് രാജ്യങ്ങളിലും സ്ത്രീകൾ ഈവൻ കോമ്പാറ്റ് ഡ്യൂട്ടിയിൽ വരെ, ഇപ്പോൾ US സ്ത്രീകളെ ഇൻഡക്ട് ചെയ്യാൻ ഏറ്റവും റിലക്ഷൻസ് കാണിച്ചിരുന്ന ആളുകളാണ് USMC അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറൈൻ കോർ എന്ന് പറയുന്നത്. അതിൽ വരെ ഇപ്പോൾ സ്ത്രീകളെ അവരെടുക്കുന്നുണ്ട്. അത് ബേസിക്കലി ഒരു ഇൻഫൻട്രി വിഭാഗമാണ്. അതിനകത്ത് പോലും ഈ കോമ്പാറ്റൻസ് ആയിട്ട് സ്ത്രീകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൂവൺ കേപ്പബിലിറ്റി ഇവിടെ ഉണ്ട്. അതായത് സ്ത്രീക്കും പുരുഷനോടിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാന്ന് പ്രൂവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെടുക്കണം എന്ന് പറയാം. മറ്റൊന്ന്, ഈ ജെൻഡർ സെൻസിറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഈ ഓഫീസേഴ്സ് റാങ്കിലുള്ള ആളുകളായിട്ട് ഇപ്പോൾ സ്ത്രീകൾ പെർമനന്റ് കമ്മീഷൻ റാങ്ക് ഓഫീസേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സസിനകത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിനകത്ത് കുറച്ചും കൂടി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആംഡ് ഫോഴ്സസിന്റെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ പറയാം. ഇനി എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് എന്തുകൊണ്ട് സ്ത്രീകളെ പെർമനന്റ് കമ്മീഷനായിട്ട് എടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ആർഗ്യുമെന്റ്സ്, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നുമല്ല. പക്ഷെ അവർ പറയുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, സ്ത്രീകൾക്കുള്ള ലോഡ്ജിങ്ങും അതുപോലെ തന്നെ അവർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കേസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കാര്യമാണ് ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നുള്ളത്. മറ്റൊന്ന്, ഇത് ട്രൂപ്സിന്റെ മൊറേലിനെ ബാധിക്കുന്നുള്ളതാണ്. അതായത് ഈ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കോമ്പാറ്റ് ഡ്യൂട്ടിയുള്ള ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണ്. അപ്പോൾ അവരുടെ കൾച്ചറും ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ കൾച്ചറും ഒരു മെയിൽ ഡോമിനേറ്റഡ് കൾച്ചറായിരിക്കും. അപ്പോൾ അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു കൾച്ചറിനകത്ത് വലിയൊരു ടെക്ടോണിക് ഷിഫ്റ്റ് വരുമെന്നും അതുകൊണ്ട് തന്നെ നിലവിലുള്ള കോമ്പാറ്റൻസിൻ്റെ മുറയിലിനെ ഇത് ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സൂയസ് കനാലാണ്. സോ സൂയസ് കനാൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ വേസിലൊന്നാണ്. സൂയസ് കനാൽ എന്ന് പറയുന്നത് ഏകദേശം ലോകത്തിലെ ടോട്ടൽ ഗ്ലോബൽ ട്രേഡിൻ്റെ ഒരു 12 തൊട്ട് 15% വരെ നടക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വാട്ടർ വേ ആണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. സൂയസ് കനാൽ ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർ വേ ആണെന്ന് മനസ്സിലാക്കുക. ഇത് കണക്ട് ചെയ്യുന്നത് റെഡ് സീയുടെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് സൂയസിനെയും മെഡിറ്ററേനിയൻ സീനെയും കണക്ട് ചെയ്യുന്ന ഈ ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുലക്കും ആഫ്രിക്കയുടെ സൈഡിൽ കിടക്കുന്ന ഈജിപ്തിൻ്റെയും നടുക്കായിട്ട് കിടക്കുന്ന ഒരു സൂയസ് ഇസ്തുമസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിലൂടെ കടന്നു പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ആണ് സൂയസ് കനാൽ. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഏത് പ്രദേശങ്ങളിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. റെഡ് സീയുടെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് സൂയസ്, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീ. ഓക്കെ, അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റെഡ് സീനെയും മെഡിറ്ററേനിയൻ സീനെയും കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ആണ്. ഇത് കടന്നു പോകുന്നത് സൂയസ് ഇസ്തുമസിലൂടെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇതൊരു ട്രാൻസ്കോണ്ടിനെന്റൽ രാജ്യമാണ് ഈജിപ്ത്. 2 കോണ്ടിനെന്റലായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഈ ഒരു പ്രദേശം ഇതിനെയാണ് സിനായ് പെനിൻസുല എന്ന് വിളിക്കുക. ഈ സിനായ് പെനിൻസുല ഏഷ്യയുടെ ഭാഗവും ബാക്കിയുള്ള ഈജിപ്ത് ആഫ്രിക്കയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും സെൻറ്ററിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സൂയസ് ഇസ്തുമസ് എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ സൂയസ് ഇസ്തുമസിനെ മുറിച്ച് കടന്നു പോകുന്ന ഒരു കനാലാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏഷ്യയുടെയും ആഫ്രിക്കയുടെ ഒക്കെ നടുക്ക് കൂടി അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ കനാലാണെന്ന് വേണമെങ്കിലും പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോപ്പിൻ്റെയും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു കീ ട്രേഡ് റൂട്ടാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള സിനായ് പെനിൻസുലയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് സൂയസ് കനാലാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കനാലാണ്. അപ്പോൾ ഈ സൂയസ് കനാലിൻ്റെ 2 എൻട്രൻസിലും, അതായത് ഈ പറയുന്ന ഗൾഫ് ഓഫ് സൂയസിൻ്റെ ഭാഗത്തും നമ്മുടെ
മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്തും 2 പോർട്ടുകളുണ്ട്. അതിൽ ഗൾഫ് ഓഫ് സുവേസിന്റെ ഭാഗത്തായിട്ട് വരുന്ന സുവേസ് കനാൽ പോർട്ടാണ് പോർട്ട് ഓഫ് സുവേസ് എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ട് വരുന്ന അതർ എൻഡിൽ വരുന്ന സുവേസ് കനാലിലുള്ള പോർട്ടാണ് പോർട്ട് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പോർട്ട് സെയ്ദൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.